നമസ്കാരം. വിഷുഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ വർഷത്തെ വിഷുഫലത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. കാരണം ഈ പറയുന്നതൊരു പൊതുഫലമാണ്. ഈ പൊതുഫലത്തിലെ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോഴത്തെ സമയം നല്ലതായിരിക്കണം. വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ അതും നിങ്ങൾക്ക് ഗുണപരമായി വരണം. നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ ഉച്ചത്തിലും ഭാഗ്യസ്ഥാനങ്ങളിൽ നിന്നാൽ മാത്രമേ ഈ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരികയും അല്ലാത്ത പക്ഷം ദോഷഫലങ്ങൾ കൂടുതലായി വരുവാനും സാധ്യതയുണ്ട്. അപ്പോഴേക്കും നിങ്ങളുടെ ഈ ഒരു വർഷത്തെ ജാതകത്തിലെ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജാതക ഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും കാണുന്നതിന് വേണ്ടി എല്ലാ മാസത്തിലും അമ്പലത്തിൽ നടക്കുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേരും നാളും എന്താണ് ആവശ്യം അല്ലെങ്കിൽ എന്താണ് വിഷയം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ വരുന്ന എല്ലാ പേരുന്നാളും കൃത്യമായി അത് നോട്ട് ചെയ്യുകയും അതിനുവേണ്ടി മാസപൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു പോസിറ്റീവായിട്ടുള്ള ഫലം, ഒരു ഗുണഫലം, ഒരു ചെറിയൊരു മാറ്റമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വർഷത്തെ വിഷുഫലത്തിൽ അത്തം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, നിങ്ങൾക്ക് ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ചിലവുകൾ വളരെ കൂടുതലായി വേണ്ടിവരും. ഗ്രഹാന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും, അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ, വഴക്കുകൾ, പിരിഞ്ഞിരിക്കുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുവാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ്. കുടുംബ ബന്ധുജനങ്ങൾ മുഖേന നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം വന്നു ചേരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കലഹങ്ങൾ ഇല്ലാതാക്കുകയും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുകയും അതിനുവേണ്ടി സാമ്പത്തികം ചിലവാക്കുകയും മുന്നിൽ നിൽക്കുവാനും നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി സഹകരിക്കുക. വ്യാപാര വ്യവസായ മേഖലയിൽ, അതായത് ബിസിനസ് പരമായ പല കാര്യങ്ങളിലും ചില തിരിച്ചടികൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിക്കുക. ബിസിനസ്സിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ ഇവയൊന്നും വരാതിരിക്കുവാൻ ആത്മാർത്ഥമായി വളരെ ശ്രദ്ധയോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ ഏത് പ്രവൃത്തി ഏറ്റെടുത്താലും വിജയം കാണുന്നത് വരെ പരിശ്രമിക്കുകയും എന്നാൽ വിജയം അവസാന ഘട്ടത്തിൽ ഉണ്ടാകുകയും അതിലൂടെ നേട്ടമുണ്ടാകാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗപരമായ വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യത, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സാമ്പത്തികം ചിലവാക്കേണ്ടി വരുന്നു, സമയം ചിലവാക്കേണ്ടി വരുന്നു. വിദേശത്തുള്ള വ്യക്തികൾ തിരിച്ച് നാട്ടിലോട്ട് വരുന്നു. തൻ്റെ കുടുംബത്തിലെ ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിക്കോ ആരോഗ്യ പ്രശ്നം മൂലം ജോലി ലീവ് എടുത്ത് വരേണ്ട ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആരോഗ്യപരമായ വിഷയങ്ങൾ, ആദ്യമേ പറഞ്ഞ അതിന് ആരോഗ്യപരമായ എന്ത് വിഷയമുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. വിദ്യാഭ്യാസപരമായി നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾ നല്ലൊരു വിജയം ഉണ്ടാകുവാൻ സാധിക്കും. ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ അഡ്മിഷൻ കിട്ടുവാൻ സാധിക്കും. നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷവും കൂടി തന്നെ. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, ഈ കാര്യത്തിലെല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കും. സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചിലവ്, കൂടുതലും വിദ്യാർത്ഥികളായ സഹോദരങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സാമ്പത്തികം മുടക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് വേണ്ടി സാമ്പത്തികം മുടക്കേണ്ടി വരും, ജോലി സംബന്ധമായിട്ട് സാമ്പത്തികം മുടക്കേണ്ടി വരും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ധനം ചെലവാക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾക്ക്
ഈ ലോട്ടറി പോലുള്ള ചെറിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഗുണപരമായ അനുഭവം, ലാഭം ഉണ്ടാകാൻ സാധ്യത, ലോട്ടറിയോ ചെറിയ നറുക്കെടുപ്പുകളിൽ നിങ്ങൾക്ക് ഒന്ന് സമ്മാനം ലഭിക്കുകയോ അല്ലെങ്കിൽ ചിട്ടികളോ കുറികളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ചെറിയ രീതിയിലുള്ള സമ്മാനം ലഭിക്കുകയോ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. പ്രധാന തൊഴിലിൽ നിന്നും ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള യോഗം കാണുന്നുണ്ട്. കൂടാതെ ചെറിയ രീതിയിലുള്ള പരിക്ക് പറ്റുക, രോഗദുഃഖങ്ങൾ എന്നിവ മൂലം നിങ്ങൾക്ക് ജോലിയിൽ ലീവ് എടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധ പുലർത്താതെ മുന്നോട്ട് പോകേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്നൊരവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ബാധിക്കുന്നത് ആരോഗ്യപരമായ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുക, നിസ്സാരമായിട്ട് അതിനെ കാണാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചെറിയ രീതിയിലുള്ള പ്രശ്നം വന്നാൽ കൂടി നിങ്ങൾ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയാണ്. കൂടുതലും ഈ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയൊക്കെ വന്നു ചേരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. പരമ്പരാഗതമായി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക നേട്ടം, അതായത് പലർക്കും അവരുടെ ആ ഒരു ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ഭൂസ്വത്തിൽ നിന്നൊക്കെ ആദായങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ചെറിയ തടസ്സം വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന ചലനങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തികളുമായി ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു അപവാദം കേൾക്കാനോ അല്ലെങ്കിൽ അപമാനിക്കപ്പെടുവാനോ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുവാനിരുന്ന പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ പല മേഖലയിലും ഒന്നും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. കുടുംബങ്ങളോടൊത്ത് ഒരുമിച്ച് താമസിക്കുകയും അവരുമായിട്ട് വിനോദയാത്ര പോവുകയും അല്ലെങ്കിൽ ദൂരസ്ഥലം സന്ദർശിക്കുവാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. തൊഴിലിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ മുഖാന്തരം ഉണ്ടാകാനായിരിക്കും കൂടുതൽ സാധ്യത. അപ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് മേഖലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി വർക്കെടുത്താലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങൾക്ക് ദോഷപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധ കൂടുതലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് എതിരെ നിൽക്കുന്ന ശത്രുവിനെ മനസ്സിലാക്കുകയും അയാൾ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ സുഹൃത്ത് എന്ന് കരുതി നമ്മുടെ കൂടെ നിന്ന് കൊണ്ട് തന്നെ നമ്മളെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അപവാദം പറയുകയും നമ്മൾക്ക് സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ സൂക്ഷിക്കുക. ഇനി ഒരിക്കൽ പോലും അവർ നമ്മളോട് സൗഹൃദം നടിച്ച് വന്നാൽ കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു കുഴിയിലേക്ക് പോയി വീഴുക തന്നെ ചെയ്യും. വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കുക. പാലിക്കുവാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്നൊരു വാക്ക് അവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരിക്കും. ആ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ അവർ ഒരുപാട് മാനസികപരമായി ദുഃഖം ഏർപ്പെടേണ്ടി വരും. നിങ്ങൾക്ക് സാമ്പത്തിക വിഷമങ്ങൾ ഈ ഒരു വർഷം ഒരുപാട് നേരിടേണ്ടി വരും. സന്തതികളുടെ, അതായത് നിങ്ങളുടെ സന്താനങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളെ ദുഃഖത്തിലാക്കുകയും ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. സാമ്പത്തികം, വിവാഹം, അവരുടെ ക്യാരക്ടർ, അനുസരണം ഇല്ലാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പല പല വിഷയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾക്ക് തടസ്സമാണ് കാണുന്നത്. വിവാഹ സംബന്ധമായുള്ള തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. ആത്മാർത്ഥമായി നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി മൃത്യുഞ്ജയ അർച്ചനയോ മൃത്യുഞ്ജയ ഹോമോ നടത്തുക. ആരോഗ്യപരമായ കാര്യങ്ങളിലാണ് വളരെ കൂടുതലും ബുദ്ധിമുട്ടുകൾ ഈ ഒരു വർഷം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത്. കാരണം നമുക്ക് എന്ത് തന്നെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിലും ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമോ നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.